ഹലോ ഗെയിമേ, അപ്പൊ നമ്മൾ ഇന്ന് പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ വീഡിയോ ആണ് നല്ല ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മാക്കാച്ചി കയറും. ഇന്നത്തെ ലെറ്റ്സ് പ്ലേ കുറച്ച് കാര്യങ്ങളുണ്ട്. റിസോഴ്സ് പാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സീഡ് ഒരു പൊളി സീഡാണ്, കാണിച്ചു തരാം. നമ്മൾ വീട് എവിടെ വെക്കാൻ പോകുന്ന കാണിച്ചു തരാം. ഒരു പ്രാവശ്യം കയറി കളിച്ചു, എന്നിട്ട് ഞാൻ സീഡ് എഴുതി വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ജനറേറ്റ് ചെയ്താണ് ഈ വേൾഡ്. കാണിച്ചു തരാം. ഇതാണ് ആ വേൾഡ്. നമുക്ക് ഈ മലയുടെ മേലിലാണ് വീട് വെക്കേണ്ടത്. ഓ, നമുക്ക് എന്താ ഇത് കിട്ടിയല്ലോ. നിങ്ങളിത് നോക്ക്, ഇപ്പൊ തന്നെ മനസ്സിലാവും എന്താണ് ഞാൻ ഇത് ചെയ്തു വെച്ചേക്കുന്നതെന്ന്. കണ്ടാ, ഒരു ആനിമേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് ആക്ഷൻ സ്റ്റഫ് ഈ എന്റെ ഡിവൈസിൽ സപ്പോർട്ട് ആകുന്നില്ല, എന്താണെന്നറിയില്ല. പിന്നെ നമുക്ക് ഇവിടെ ലാവാ പൂൾ ഉണ്ട് അടുത്ത് തന്നെ. നമുക്ക് നെതറിൽ പോകാൻ ഈസി ആകും. പിന്നെ അവിടെ ആയിട്ടൊരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താണ്, ഇവിടെ അല്ല അങ്ങോട്ടെങ്ങാണ്ടാണ്. ഞാൻ കണ്ടപ്പോഴേ ഇറങ്ങിപ്പോയി. ഞാൻ ചുമ്മാ ഉണ്ടാക്കി വേൾഡാണ്. ഞാൻ കണ്ടപ്പോഴേ ഇറങ്ങിപ്പോയി ഈ വേൾഡിൽ നിന്ന്. അവിടെ എവിടെയോ ആണ്, എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഒന്നും ക്രിയേറ്റ് ചെയ്ത വേൾഡ് അല്ല ഇത്. കുറെ മാസമായി ഇത് വേൾഡ് ക്രിയേറ്റ് ചെയ്ത്. ഇത് തന്നെ നോക്ക് നിങ്ങള്. എന്താണ് സംഭവിച്ചത് നോക്ക് നിങ്ങള്. ഒന്നും പറയല്ല, നേരെ വീണ് കഴിഞ്ഞാൽ തീർന്ന്. തള്ളിയിടരുത് മച്ചാനെ എന്നെ. ഓടറാ. രക്തം, നിന്റെ രക്തത്തിന് നല്ല ഉപ്പാണല്ലോടാ. ഇവിടെ എന്തോ ഗുഹ പോലെ എന്താടാ സംഭവമൊക്കെ ഉണ്ട്. അയ്യോ, ഉമ്പാമ്പി ഓടിക്കോ. ഉമ്പാമ്പി പിടിച്ചോണ്ട് പോകും നമ്മളെ. അത് നമുക്ക് ഒരു മരം വെട്ടണം. ഇവിടെ ഒരു ഒറ്റക്കൊരു മരം ഇപ്പൊ ഉണ്ട്. ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇവനെ തന്നെ മുറിക്കാം. ആദ്യത്തെ മരമല്ലേ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്തതും കൂടെ മുറിച്ചേക്കാം. നമുക്ക് ഒരു മാസത്തിൽ ഒരു വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ സ്കൂൾ 5 മണി വരെ ആക്കി ഗായ്സ്. എന്ത് ചെയ്യാനാ, സ്കൂളിൽ പോണം. അയ്യോ മാക്കാച്ചി, അയ്യോ പോടാ ഓടിക്കോടാ. മാക്കാച്ചി ഉണ്ട് പുറകെ. നമുക്ക് മലയുടെ മണ്ടക്ക് കയറാം. നമ്മുടെ സംഭവ സാമഗ്രികളൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് എങ്ങനെയാ കേറുന്നേ? 2000 years later. ഓ, ഇവിടെ കുറച്ച് ആടുണ്ടല്ലോ. ആടാണോ കോഴിയാണോ അത്? അയ്യടാ, കോഴിയാടാ അത്. നമുക്ക് ആടിനെയാണ് വേണ്ടേ. കാടുണ്ടോന്ന് നോക്കാം. ആദ്യം നമുക്ക് നമുക്ക് വേണ്ട ആക്രമിക്കാനുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കണം. പാളും പരിചയമൊക്കെ ഉണ്ടാക്കണം. അവന്മാര് പോയെന്നാ വന്ന് ഇവിടെ ഇരിക്കുന്നവന്മാര്. പോയില്ലേ, ഇപ്പൊ നമ്മളെ കൊല്ലാനായിട്ട് ഓടി വരും. വരായിരുന്നാ മതിയായിരുന്നു. ഇനി വിട്ടോ. ഇതായിരിക്കും നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. വാള് വേണ്ട, ഒരു ആക്സ്, ഒരു പിക്ക് ആക്സ് കൊണ്ട് ഉണ്ടാക്കിയേക്കാം. ഇനി നമ്മളെ ആർക്കും തുടക്കാൻ പറ്റില്ല. ഒരാടുണ്ട് ഇവിടെ. ഓടറാ. ഒരു രക്തം ചീറ്റുന്ന്. നമ്മളിവിടെ ഇവിടുത്തെ ചെറിയ മാർക്കോ ആയിരിക്കുന്നു ഗൈസ്. നമ്മള് എടാ 3 ആടിനെ കിട്ടിയപ്പോ ഇവിടെ മുഴുവൻ ആടാണല്ലോ. നമ്മളിവിടെ എല്ലാ ആടിനെയും കൊന്നു ഒരു ബെഡ് ഉണ്ടാക്കി എടുക്കാം. ഇനി രാത്രിയായാലും കുഴപ്പമില്ല. ഇനി നമ്മളെ ഉമ്പാമ്പി ഒന്നും പിടിക്കാൻ വരില്ല. മേളിലൊരുത്ത അങ്ങനത്തെ കറങ്ങുന്ന കണ്ടില്ലയോ. ഇനി നമുക്ക് മേളിൽ കയറണം. നമ്മുടെ ഫുഡ് ഒന്നും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പറയാ കമന്റില്. ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിറച്ച് പുല്ലാണല്ലോ. ഓ, ഇനിയിപ്പൊ ഞാനാണ് ഇവിടുത്തെ രാജാവ്. ആർക്കെങ്കിലും തടുക്കാൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്ന ഞാൻ. ഇപ്പൊ എന്റെ ബെഡ് ഇവിടോട്ട് ഇട്ടേക്കാം. ഇതാണ് എന്റെ ബെഡ്. ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു കേവ് കണ്ടില്ലായിരുന്നു. അതിനകത്തോട്ട് ഇന്ന് ഇറങ്ങിയേക്കാം. ഇവിടെ രാത്രിയാകാൻ പോവാ. നമ്മളെ ഭൂതം പിടിക്കുമല്ലോ. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബേസിൽ ചെന്ന് കയറണം. ഇതല്ലേ നമ്മുടെ ബേസ്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ നിലത്ത് കൊണ്ടിട്ടല്ലോടാ. വേറെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇവിടെ ഇട്ടിട്ടേക്കാം. ഇനി ഫർണസ് ഉണ്ടാക്കി എടുക്കണം. 2000 years later. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ചിക്കനും മട്ടനും എല്ലാം സൂപ്പായിട്ട് പോകാം. നമുക്ക് ഇവനും ഇവിടെ ഉണ്ടല്ലോ. ഇവനെ നമുക്ക് ഇങ്ങോട്ട് എടുത്താലോ. എടാ, വീടരുത്. ഇവിടെ 3 ബട്ടൺ കിട്ടിയിട്ടുണ്ട്. 3 ബട്ടൺ അല്ല, മട്ടൻ. ഓക്കെ, അയണും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ റോക്കറ്റ് ഉണ്ടാക്കരുത്. അപ്പൊ തന്നെ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കി നെതറിൽ കയറി ചാകായിരുന്നു. അത് നമുക്ക് മരം വെട്ടിയിട്ട് നമുക്ക് കുഴിയിലോട്ട് ഇറങ്ങി നോക്കാം. അവിടെ എന്തെങ്കിലും അയൺ എന്തെങ്കിലുമൊക്കെ കിട്ടുമോന്ന്. ഇവിടെ കുറച്ച് അവന്മാരുണ്ടല്ലോ, ശല്യപ്പെടുത്തുന്നില്ല. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഒരു മരം പോലും ഇല്ലടാ. അപ്പൊ ഒരു കാട് കണ്ടില്ലേ, നമ്മൾ സ്പോണായ കാട്. ആ കാട്ടിന്റെ അവിടെ മാത്രമേ ഉള്ളൂ മരം. ഇവിടെ ഒന്നും മരമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കുറച്ച് പശു ആടും ഒക്കെ ഉണ്ട്. കൊന്നു പോകാം. അങ്ങനെയാണെങ്കിൽ പച്ച ഇറച്ചിയാണെങ്കിലും തിന്നാലോ. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് മരമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടോട്ട് പോയി ഇറങ്ങാം. അവിടെ കുറച്ച് വെള്ളമുണ്ട്, അതിലേ കൂടെ ഇറങ്ങാം. ഇതെന്താണ് ഗൈസ്, ഇങ്ങോട്ട് വരുന്ന നേരം നമ്മൾ തിരിച്ചങ്ങോട്ട് ജലപ്പോട്ടാകുന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഗൈസ്. ഹീറോ ബ്രെയിൻ വല്ലതും ഉണ്ട്. അയ്യോ, വീടല്ലേ. ഇവിടെ സോംബി ഒന്നും ഇല്ലായിരുന്നാ മതിയായിരുന്നു. കൊറേ ആയുണ്ട്. അവിടെയും കുറച്ച് അയണുണ്ട്. അതും കൂടെ എടുത്താക്കാം. ആരും ഇല്ലല്ലോടാ. അവിടെ കുറച്ച് കോളുണ്ട്, അത് എടുത്തോണ്ട് പോകാം. പിന്നെ നമുക്ക് അയൺ പൊരിച്ച് തിന്നാനുള്ളതാകും. അമ്മേ, ആറാ അത്? ആ
ഓ ഞാൻ ഇതിന്റെ മണ്ട കിടന്ന് ചാടുന്നതാണ് ഗൈസ്, അല്ല എന്നെ അടിക്കുന്നില്ല. മറ്റേ ഡ്രിഫ്റ്റ് സ്റ്റോണിന്റെ മണ്ട കിടന്ന് ചാടുന്നത് ഞാൻ. ഒരു സോംബി നമ്മളെ തന്നെ നോക്കിയിരിക്കുന്ന, അവന് നമ്മളെ കാണാം അവിടുന്ന് ഇവിടം വരെ. ഓ ഇവിടെ ലാപ്പീസ് ലസൂലി ഒക്കെ കിടക്കുന്ന ഇവിടെ. ഈ വലിയ വലിയ ഇതൊക്കെ സ്പോണാകെ കിട്ടിയില്ല, എടുത്തോണ്ട് പോവാം. അയ്യോ അമ്മേ, അവിടെ ഇവനെ എനിക്ക് തടയാൻ പറ്റുമോ? അമ്മേ എനിക്ക് ഇവൻ തീ തന്ന് കൊന്നു ഞാൻ. ഓക്കെ, ഏതാ സ്ഥലം? അയ്യോ ഞാനേതോ ഗുഹയ്ക്കകത്ത് നിന്ന് വീണ്. ഗുഹയ്ക്കകത്തൊന്നും വീടരുത്, ഞാൻ മാത്രമേ ഉള്ളൂ ഈ വേൾഡിൽ ഒറ്റയ്ക്ക്. കുട്ടേട്ടനൊന്നും ഇല്ല. അവനെ വെടിവെച്ചിടുക ഗൈസ്. ഇത് അവിടെ ഇഷ്ടം പോലെ ആയതുണ്ടായിരുന്നേ. നമ്മള് ജീവനോടെ തന്നെ മേളിലെത്തിയിട്ടുണ്ട്. എങ്ങോട്ടായിരുന്നു വഴി? എന്തൊരു സ്ഥലമാടാ ഇത്. അയ്യോ എന്നെ വെടിവെക്കല്ലേ. ഓടിക്കോ, മേലോട്ട് കയറിക്കോ. മേലോട്ട് കയറാൻ വഴിയൊന്നും ഇല്ല. നമുക്കല്ലേ വെള്ളം ഒഴിച്ചിടണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെറിയൊരു പടി സെറ്റ് ആക്കി വെക്കണം. എന്നാ പടി സെറ്റ് ആക്കാം നമുക്ക്, അതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മൾ കേറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പൊ ന്യൂജൻ പടി. ഈ പടി കൂടെ നമുക്ക് നടന്ന് വേണം കയറാൻ. ഓ നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുന്നു. ആറാ എന്റെ സാമ്രാജ്യത്തില്. നീലടാ എന്നെ തള്ളിയിടാൻ നോക്കിയേ. ഓക്കെ, നമ്മുടെ അയൺ ഇവിടെ ചൂടാക്കാൻ വെക്കണം. ഇതേ കണ്ടാ ചോര, ഇതൊക്കെ എങ്ങനെയാ ഇനി കളയൂ? നമ്മുടെ അയണൊക്കെ ചൂടായെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയി നോക്കാം. ഓക്കെ, ഇത്ര അയൺ ചൂടായിട്ടുണ്ട്. നമുക്കൊരു നമ്മുടെ കോരുന്നതിന് ബക്കറ്റ് അത് ഉണ്ടാക്കിയേക്കാം. എന്റെ കേസ് നിറയപ്പെടാ. ചത്തില്ലടാ അവൻ. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ സെക്യൂർ ആണ്. ഇപ്പൊ തന്നെ നമ്മൾ മിനി ബേസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇനി മോബ്സ് ഒന്നും വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ എല്ലാം സെറ്റപ്പ് ആണ്. ഞാൻ അടുത്ത എപ്പിസോഡില് നമുക്ക് ഇവിടെ ഒന്ന് നിരപ്പാക്കിയിട്ട് ഇതിന് വേണ്ടൊക്കെ ഒരു ബേസ് വെക്കണം. അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ്. വീഡിയോ ആണ് നല്ല ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 2K ആണ് ഗൈസ്. അപ്പോൾ ബൈ.